വനിതാ പോലീസ് എത്ര പോരാണെന്ന് ഈ ഒരൊറ്റ വീഡിയോ കണ്ടോ മനസ്സിലാവും കേട്ടോ. വനിതാ പോലീസുകാരി എന്താ പറയുന്നു, മൂത്തവൻ വാലും പൊക്കി ബാക്കിലേക്ക് ഓടുന്നതാണ്. ഞാൻ പല പല വാർത്താ ചാനലിൽ നിന്ന് കിട്ടിയ വാർത്തകൾ കട്ട് ചെയ്ത് കയറ്റിയിട്ടേക്കുന്ന കേട്ടോ. ഇത് സമാധി തെളിയിക്കുന്നതിന് PhD എടുത്തിരിക്കുന്ന നമ്മുടെ സമാധി അമ്മച്ചിയുടെ മുഴുവൻ പെർഫോമൻസ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് കിളിച്ചുണ്ടങ്ങുമാമ്പഴത്തിൽ ആ ജഗതി പോണ പോലെ തന്നെ ഇല്ല ഇത്. ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല. മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. എനിക്ക് പറ്റൂല. സമാധി 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 ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. ഇന്ന് പോയി അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളൊക്കെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് നമ്മൾ ഇരുന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞു ആ സമാധിയാവും. ഞാൻ ഇതാ ഇനി 2 ദിവസം ഞാൻ പോകും. ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചവൻ പറഞ്ഞു അതൊക്കെ ഇത്രയും പറഞ്ഞ് നിർത്തി. സമാധിയായി കഴിഞ്ഞ് ദേഹമെല്ലാം നല്ല ചൂടായിരുന്നു. അപ്പം ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലടാ. അപ്പോൾ എൻ്റെ മോൻ മരിച്ചത് എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം. മക്കളെ അമ്മ അവരൊക്കെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത്. ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കൂല. വന്നുമ്പോഴും ആത്മാവിന് ശ്വാസത്തിന് വന്നുമ്പോഴാള ഞാൻ കണ്ടില്ല. ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്നു. ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മോൻ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ്, അച്ഛൻ പോയതാണ്, സമാധി ആയതാണമ്മ എന്ന്. ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും പോലെയല്ല, കാലൊക്കെ എടുത്ത് ധ്യാനത്തിന്. എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനം. എൻ്റെ മരുമകളാണ്. എൻ്റെ മോനും പോറ്റിയായ മോനും വിനോദയാത്രയായിട്ട് ഒക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം തീരുമാനം. ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമഃ ശിവായ എല്ലാം കഴിഞ്ഞു പോയി. ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. ഇത് ABCDയുടെ നീ ഊർക്ക് അല്ല, there was no injury to deeper structures including skeleton. Come on man. മുറിവുകളുണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളാണ്, ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തൈയെടുത്ത് ചുമന്ന ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്.